2027 നിങ്ങൾ കാണാൻ പോകുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ദേ ഇങ്ങനെ ഇരിക്കും. 46 ഏക്കറിലായിട്ട് 450 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് ടെർമിനലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മീറ്റർ വീതിയും 110 മീറ്റർ നീളവുമാണ് ഈ ഒരു എയർ കോൺകോഴ്സിന് വരുന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു എയർ കോൺകോഴ്സിന്റെ വീതി കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അറിയാലോ, അത്യാവശ്യം തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭാവിയിലേക്കൂടെ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു വീതി അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു എയർപോർട്ട് മാതൃകയിലായിരിക്കും പുതിയ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പല കെട്ടിടങ്ങളും ഇപ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കാത്തിരിക്കേണ്ടി വരില്ല. മാക്സിമം കൂടിപ്പോയ ഒരു 1.5 കൊല്ലം കൂടി. അപ്പോൾ 2027 ജൂൺ മാസമാണ് ഈ ഒരു പണി തീർത്ത് ഉദ്ഘാടനത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഴയും മറ്റ് കാരണങ്ങൾ കൊണ്ട് വർക്കിന്റെ സ്പീഡ് ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ എന്തായാലും പീക്ക് ലെവലിൽ വർക്ക് നടന്നിട്ട് 2027 തന്നെ തുറക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. എന്തായാലും കോഴിക്കോടുകാർക്ക് കിട്ടാനായിട്ട് പോകുന്നത് എയർപോർട്ട് ലെവലിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണ്.